ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകർ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങാം. +2 എക്സാമാണെന്ന്, ഇംഗ്ലീഷ് എക്സാം. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്കപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ പ്രസൻറ്റ്, പാസ്റ്റ്, അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് നമുക്ക് ആവശ്യം വരും. അതായത് നിങ്ങൾക്കറിയാം അല്ലെ, കുറേ മാറ്റങ്ങൾ പലതിലും അല്ലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എവിടെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വേർഡ്സുകൾ പറയാം. അതിൽ പ്രസൻറ്റ് എന്താണ്, പാസ്റ്റ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫോർ എക്സാമ്പിൾ ബൈ അല്ലെ, പാസ്റ്റ് വരുന്നത് ബോട്ട്, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെയിം ബോട്ട്. അപ്പോൾ ബൈ, ബോട്ട്, ബോട്ട്. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. അതുപോലെ തന്നെ വരുന്നതാണ് ബിൽഡ്, ബിൽറ്റ് എന്നാണ് പറയുക. ടി ആണ് വരിക, ബിൽഡ് ലാസ്റ്റ്. ബിൽറ്റ്, ബിൽഡ്, ബിൽറ്റ്, ബിൽറ്റ്. ദെൻ ബേൺ, ബേൺഡ്, ബേൺഡ്. അതുപോലെ ക്യാച്ച്, കോട്ട്, കോട്ട്. ക്രീപ്പ്, കറപ്റ്റ്, കറപ്റ്റ് അല്ലെ. ക്രീപ്പ് പറയുക ഇഴയുക എന്നുള്ള അർത്ഥമാണ്, കറപ്റ്റ് ഇഴഞ്ഞു. അതുപോലെ ഡീൽ, ഡീൽറ്റ്, ടി ആണ് വരിക, ശ്രദ്ധിക്കണം. ഡീൽറ്റ്. ഡ്വെൽ, ഡ്വെൽറ്റ്, ഡ്വെൽറ്റ്. ഫീഡ്, ഫെഡ്, ഫെഡ്. ദെൻ ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ്. ഫ്ലീ, ഫ്ലഡ്, ഫ്ലഡ്. ദെൻ ഹാവ്, ഹാഡ് അല്ലെ, ഹാഡ്. ദെൻ അഗെയിൻ കീപ്, കെപ്റ്റ്, കെപ്റ്റ്. നീൽ, നെൽറ്റ്, ടി വരുന്നു, നെൽറ്റ്. ദെൻ ലൈ, ലൈഡ്, ലൈഡ്. Then learn, learnt, learnt, T. Then again leave, left, left. Then lent, D, lent now, T വരുന്നു. Loss, loss, loss. Then make, made, made. Set, set, set അല്ലേ. ടീയിൽ വരണമൊക്കെ അതുപോലെ പുട്ട്, 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 കട്ട്, കട്ട്, കട്ട് അങ്ങനെ വരണമൊക്കെ അല്ലേ. ഷട്ട്, ഷട്ട്, ഷട്ട്. Then shed, shed, shed. Split, split, split. Spread, spread, spread. ത്രസ്റ്റ് ഒക്കെ ടി വരണമാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ത്രസ്റ്റ്, ത്രസ്റ്റ്, ത്രസ്റ്റ്. യൂസ്ഡ്, യൂസ്ഡ് അല്ലേ. അതുപോലെ വെഡ്, വെഡ്, വെഡഡ്. ദെൻ ജെൻഡേഴ്സ് വരും അല്ലേ. പുല്ലിംഗം, സ്ത്രീലിംഗം. അത് കുറച്ച് വാക്കുകൾ പറഞ്ഞാൽ മാൻ, ബോയ് അറിയാം അല്ലേ. മാൻ പറഞ്ഞാൽ ബോയ് അല്ല, വുമൺ അല്ലേ. അതുപോലെ ബോയ്, ഗേൾ, ബ്രദർ അല്ലേ, സിസ്റ്റർ, അങ്ങനെ ഹസ്ബൻഡ് അങ്ങനെ വേണം. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ അങ്ങനെ പോകണം അല്ലേ. മെയിൽ, ഫീമെയിൽ. ദെൻ അങ്കിൾ, ഓൺസ് അല്ലേ. നെഫ്യൂ, നീസ് അല്ലേ. ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ അല്ലേ. അതുപോലെ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ അങ്ങനെ കുറേ എണ്ണം വരുന്നുണ്ട് അല്ലേ. സൺ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ അല്ലേ. ഇനി കോമൺ ജെൻഡേഴ്സ് ഉണ്ട്, മാറ്റമില്ലാത്തതാണ് ഒരേപോലെ. നമ്മൾ ചൈൽഡ്, കുട്ടി, കുട്ടി ഇല്ല, കുട്ടികൾ, കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഫ്രണ്ട്, ഫ്രണ്ട്, തീഫ്, പേഴ്സൺ അല്ലേ. ഇതെല്ലാം അതുപോലെ കോമൺ ജെൻഡേഴ്സ്. അതുപോലെ ഡ്രൈവർ, പോലീസ്, ഡോക്ടർ, നഴ്സ്, ടീച്ചർ അല്ലേ. ഇങ്ങനെയുള്ളതൊക്കെ കോമൺ ജെൻഡേഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ന്യൂട്രൽ ജെൻഡേഴ്സ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം മൊബൈൽ, കമ്പ്യൂട്ടർ, ബുക്ക്, ചെയർ. ഇതിനൊക്കെ എന്താണ്, ന്യൂട്രൽ ജെൻഡറാണ്. പെൻ അല്ലേ. ടേബിൾ, റോഡ്, ഷോപ്പ്, കാർ, ബൈക്ക്, ബസ് ഇതെല്ലാം അല്ല അല്ലേ. അതുപോലെ നമുക്കറിയാം എന്താണ്. പിന്നെ ഇത് ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോകാൻ കേട്ടോ, ഒരുപാടുണ്ട്. ഞാൻ വളരെ ഇനി മെല്ലെ മെല്ലെ ആയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം. എൻ്റെ മറ്റു ക്ലാസ്സുകൾ നിങ്ങൾ നിരന്തരമായി കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, സംസാരിക്കാനുള്ള എബിലിറ്റി പെട്ടെന്ന് കൈവരും. ഇംഗ്ലീഷും അതുപോലെ ഹിന്ദി, മലയാളം. മലയാളം അതായത് ഹിന്ദി, മലയാളം മറ്റ് രാജ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മസ്കുലിൻ, ഫെമിൻ എന്ന് പറഞ്ഞു വരും അല്ലേ. അപ്പോൾ പറഞ്ഞ പോലെ സ്ത്രീലിംഗം, പുല്ലിംഗം എന്തൊക്കെ വരണം അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് പിന്നെ എടുത്തു വരാം. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വേണ്ടത്, അതായത് പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിനു മുമ്പത്തെ എൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഇത് എഡിറ്റ് ചെയ്യാൻ വരാം അല്ലേ. പലതരത്തിൽ ലെറ്റർ നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് വരാം. അപ്പോൾ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് 4 തരത്തിൽ ചോദിക്കാം. ഫസ്റ്റ് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോം വരും സാധാരണ രൂപത്തിൽ. അതുപോലെ കോമൺ ആയിട്ടുള്ള ചില ചേഞ്ചുകളുണ്ട് ഡയറക്റ്റിൽ വരുന്നത് ഇൻഡയറക്റ്റിലേക്ക് എങ്ങനെ മാറും. അപ്പോൾ നമ്മൾ പറയും ഇവിടെ, അതായത് സാമീപ്യമുള്ള കാര്യങ്ങളെ നമ്മൾ ദൂരമുള്ളതായിട്ട് കാണിക്കും. ഹിയർ എന്ന് പറഞ്ഞാൽ ദർ ആവും അല്ലേ. അതുപോലെ എഗോ, ബിഫോർ ആവും. ദസ് എന്നുള്ളത് ദോസ് എന്നായി മാറും. ടുഡേ, ദാറ്റ് ഡേ. ടുമോറോ എന്ന് പറഞ്ഞാൽ ദി നെക്സ്റ്റ് ഡേ. ദെൻ യെസ്റ്റർഡേ അറിയാം, ദി ഡേ ബിഫോർ അല്ലെങ്കിൽ നമുക്ക് ദി പ്രീവിയസ് ഡേ എന്ന് പറയാം. ലാസ്റ്റ് നൈറ്റ്, ദി നൈറ്റ് ബിഫോർ അല്ലെങ്കിൽ എന്താണ് ദി പ്രീവിയസ് നൈറ്റ്. ദിസ്, ദാറ്റ് ആവും. ദീസ്, ദോസ് ആവും. നൗ എന്നുള്ളത് ദെൻ എന്നായി മാറും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ എങ്ങനെ വരാം ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ചില കോമൺ ചേഞ്ചസ് വരും. അതായത് പേഴ്സണൽ പ്രൊനൗൺസ് ഐ, അതുപോലെ ഹി, ഷീ അതൊക്കെ പലതരത്തിൽ. മീന്നാവാം, ചിലപ്പോൾ ഹിമെന്നാവാം. മൈ എന്നുള്ളത് മീന്നാവാം. ഷീ അല്ലേ. ഹേർ എന്നാവാം. ഹീ എന്നുള്ളത് ഹിമ്മാവാം. അതെങ്ങനെ വരുന്നു എന്ന് പറയാൻ പറ്റില്ല, സാഹചര്യത്തിനനുസരിച്ച് മാറും അല്ലേ. വി എന്നുള്ളത് ദേ എന്നാവാം. ദേ ദമ്മാവാം അല്ലേ. യു, ഹിമ്മാവ് പലതരത്തിൽ വരാം.
അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക പേഴ്സണൽ. അപ്പോൾ അത് പറഞ്ഞു നോക്കുക. ഒരാളോട് പറയുന്ന കാര്യം അയാൾ പോയി ആളോട് പറയുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഞാൻ നാളെ വരും. നിങ്ങൾ പോയി അത് മറ്റൊരാളോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അവൻ നാളെ വരുന്ന പറയാൻ പറ്റില്ല, ഞാൻ നാളെ വരും പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റം, അതാണ് പേഴ്സണൽ പ്രൊനൗൺ എങ്ങനെ മാറുമെന്ന് നമുക്ക് കറക്റ്റായി പറയാൻ പറ്റില്ല. സാഹചര്യം അനുസരിച്ച് അത് മാറാം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊന്ന് സ്പീഡിൽ പറയാം. ആദ്യം വരുന്ന ഫോം ഈ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ, അല്ല, അതായത് അസേർട്ടീവ് ഫോം എന്ന് പറയും, പ്രസ്താവനകളായി വരുന്ന വാചകം. വളരെ എളുപ്പമായിട്ടുള്ളതാണ്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? ഡയറക്റ്റായി തന്നാൽ ഇൻഡയറക്റ്റ്, അതായത് റിപ്പോർട്ടർ സ്പീച്ച് എന്നും പറയും കേട്ടോ അതിനെ, ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയാം, ഹീ സെഡ് മൈ സിസ്റ്റർ വിൽ അറൈവ് ടുമോറോ. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ സിസ്റ്റർ എന്താണ്, നാളെ എത്തും അല്ലെങ്കിൽ എത്തിച്ചേരും. വിൽ വരും എന്നാണ് പറയുന്നത്, അറൈവ് അല്ലേ? അതിപ്പോൾ എന്താണ്, ഫ്യൂച്ചറാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കതിനെ മാറ്റുമ്പോൾ ഹീ സെഡ്, അതിനെ റിപ്പോർട്ട് അല്ലേ ചെയ്യപ്പെടുന്ന പറയുന്ന കാര്യമായിട്ട്, അതിനെ ഒരു മാറ്റം നിങ്ങൾ അവിടെ വരുത്തണ്ട. ഹീ സെഡ് ദാറ്റ് ചേർത്തു അല്ലേ, കൺജക്റ്റ് ചെയ്തു, കൂട്ടിച്ചേർത്തു. ഹീ സെഡ് ദാറ്റ് ആരുടെ, അവൻ്റെയായി മാറി. ഹീസ് സിസ്റ്റർ, വില്ല് പാസ്റ്റ് പോയി, ഹിസ് സിസ്റ്റർ വുഡ്, മനസ്സിലായില്ലേ? വുഡ് അറൈവ് എന്താണ്, എപ്പോൾ, ടുമോറോ ആണ് അല്ലേ, ദി നെക്സ്റ്റ് ഡേ ആയി മാറും. മനസ്സിലായില്ലേ? ഞാൻ സ്പീഡ് പറയുകയാണ് കേട്ടോ. ഇത് കുറേ ഞാൻ ഇതിൻ്റെ ക്ലാസ്സുകൾ വൈഡായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ആ ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യൂട്യൂബ്, അതുപോലെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം, അതിൽ വളരെ കൂടുതലായി പറയണം. അപ്പോൾ ഫസ്റ്റ് ഫോം ഞാൻ ഓരോ ഉദാഹരണങ്ങളാണ് പറയണത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഏതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞു, പ്രധാനമായിട്ടുള്ളത്. ഇനി നെക്സ്റ്റാണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആയിട്ട് വരാം. 3 തരം. ഇതിനു മുമ്പത്തെ ഞാൻ പറഞ്ഞിരുന്നു, സ്പീഡിലൊന്ന് പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ. റിക്വസ്റ്റ് ആയിട്ട് വരാം, കമാൻഡായിട്ട് വരാം അല്ലേ, അതുപോലെ വിഷസ് അല്ലേ, ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പ്രേയേഴ്സ് ആയിട്ട് വരാം. 3 തരം. ഇതും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ റിപ്പോർട്ടിംഗ് വരുമ്പോൾ നമ്മൾ എന്താണ്, ആസ്ക്ഡ് എന്ന ആക്കി മാറ്റാം, റിക്വസ്റ്റ് കമാൻഡൊക്കെ ആവുക. റിക്വസ്റ്റ് കമാൻഡാണ് ഞാൻ പറഞ്ഞത്, ഇമ്പാരറ്റീവ്, സോറി കേട്ടോ, ഇമ്പാരറ്റീവ്, റിക്വസ്റ്റ് ആൻഡ് കമാൻഡ്. സോ അത് ഞാൻ ഒരു ചെറിയ, അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കെന്താണ്, ആസ്ക്ഡ് എന്നാക്കി മാക്കാം അല്ലെ, ഇമ്പാരറ്റീവ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ട, റിക്വസ്റ്റ് ഇടുന്നോ അല്ല, എന്തായാലും നിങ്ങൾക്ക് മാറ്റാം അല്ലെ, റിക്വസ്റ്റ്, അതുപോലെ കമാൻഡ് വരാം, കമാൻഡഡ് അല്ലെ, ഓർഡേഡ് എന്നൊക്കെ ആക്കി മാറ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിന് റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് പറയുക കേട്ടോ. സെഡ് എന്നുള്ളത് ഒക്കെ നമ്മൾ ആസ്ക്ഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻറ്റ് വേണ്ട, അത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ മതി. ഇപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, റിക്വസ്റ്റഡ് എന്ന് പറയാം, കമാൻഡഡ് അല്ലെങ്കിൽ ഓർഡേഡ്, അതുപോലെ വിഷ്ഡ്, പ്രേയ്ഡ് എന്നൊക്കെ പറയാം കേട്ടോ. പ്രേ ആണെങ്കിൽ അതായത് പ്രാർത്ഥനകളാവുമ്പോൾ, ആഗ്രഹമാകുമ്പോൾ വിഷ്ഡ് എന്നാക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ്, ഇതിൽ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. എന്താ പറഞ്ഞാൽ, ഒരു എക്സാമ്പിളായിട്ട് എന്തെങ്കിലും ഒന്ന് അല്ലേ. അപ്പോൾ എന്ത് പറയാം, ഹീ സെഡ്, അവൻ പറഞ്ഞു, പ്ലീസ് കം വിത്ത് മീ അല്ലേ, റിക്വസ്റ്റാണ്, പെട്ടെന്ന് മനസ്സിലാക്കാം. ഹീ സെഡ് അല്ലേ, ഹീ സെഡ് ദാറ്റ് എന്നുള്ളത്, ഹീ റിക്വസ്റ്റഡ് ദാറ്റ്, പ്ലീസ് കം വിത്ത് ഹിം. കം വിത്ത് മീ എന്നാൽ കം വിത്ത് ഹിം, അവൻ്റെ കൂടെ, എൻ്റെ കൂടെ വരൂ, അവൻ്റെ കൂടെ പോകൂ എന്നുള്ളതായി മാറി അല്ലേ. അല്ലെങ്കിൽ 2 തരത്തിൽ അത് മാറ്റി എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതും. പിന്നെ ഇനി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക അവിടെ, ഇൻറ്ററോഗേറ്റീവ് ഫോംസ്, ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് 2 തരത്തിൽ നമുക്കറിയാം. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ എൻ്റെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. 3ലും വാട്ട്, വിച്ച്, വെൻ, വെർ അല്ലെ, WH ക്വസ്റ്റ്യൻസിൽ തുടങ്ങാം ഏത് ചോദ്യം. അതിനെ നമുക്ക് അതേപോലെ വാട്ടാണെങ്കിൽ വാട്ട് ആൻഡ് വിച്ച്, അല്ലെങ്കിൽ ഓക്സിലറീസിൽ തുടങ്ങാം, വില്ലോ അല്ലേ, അതുപോലെ ഈസ് തുടങ്ങാം, ക്യാൻ തുടങ്ങാം, ഇതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ചില മാറ്റങ്ങൾ, അതായത് സബ്ജക്റ്റ്, ആ വെർബ് അല്ലേ, ആ കോമ്പിനേഷൻ വരുന്നുണ്ട്, സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ, അതുപോലെ ഓക്സിലറി, ഇതിലെ മാറ്റങ്ങൾ ഒരു ഷഫിൾ നടത്തണം നിങ്ങളവിടെ അല്ലേ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഹീ വിൽ കം, കണ്ടോ, സബ്ജക്റ്റ് വന്നു, വിൽ എന്നുള്ള ഓക്സിലറി വന്നു, കം അല്ലേ. അപ്പോൾ അവിടെ മാറ്റങ്ങൾ, വില്ലൊക്കെ വുഡായി മാറും, നേരത്തെ പറഞ്ഞു അല്ലേ. വിൽ ഹീ കം എന്നാണ് ചോദ്യങ്ങളായിട്ട് വരിക, അവൻ വരുമോ. അപ്പോൾ എന്താണ്, വുഡ് ഹീ കം ആയി മാറും അല്ലേ, വുഡ് ഹീ കം. അപ്പോൾ ചിലതിലെ മാറ്റങ്ങൾ വരും. അതായത് ഞാൻ പറഞ്ഞത് എന്താണ്, സബ്ജക്റ്റ്, ഓക്സിലറി, വെർബ് കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ തിരിച്ചായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ എന്താവും, സബ്ജക്റ്റ് അല്ലേ. അപ്പം പറഞ്ഞത് എന്താണ്, ഡയറക്റ്റിൽ പറയണത് സബ്ജക്റ്റ് വരാം, അതിന് ശേഷം ഓക്സിലറിയാണ് വരിക, പിന്നെ വെർബ്. അത് നേരെ തിരിച്ച് വരും, ഓക്സിലറി ദെൻ സബ്ജക്റ്റ് വെർബായിട്ട് വരാം, അല്ലെങ്കിൽ തിരിച്ച് 2 തരത്തിൽ വരാം കേട്ടോ. അതായത് ഫസ്റ്റിൽ ഓക്സിലറി വരുന്നു, പിന്നെ വെർബ് വരുന്നു അല്ലേ, അങ്ങനെ തിരിച്ച് പോവുക.
അപ്പോൾ പിന്നെ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുള്ളത് എക്സ്ക്ലൈംഡ്. മനസ്സിലായില്ലേ? അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവൻ ചോദിച്ചു എന്നൊക്കെ അതിന് എക്സ്ക്ലമേറ്ററി. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും ആ വാചകത്തിൻ്റെ അവസാനം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. ഇനിയും ക്ലാസ് നിന്ന് തരാം 1-2. ഇത് വളരെ നിങ്ങൾ പെട്ടെന്ന് നോക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് മാർക്ക് വാങ്ങിക്കാനായി പറ്റും കേട്ടോ. ഇതിലും എഡിറ്റിംഗ് ആയിട്ട് വരാം, ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഗുഡ് ലക്ക്, നന്നായി ചെയ്യുക. ഇനിയും ഒരു ക്ലാസ്സോ 1-2 ക്ലാസ് ഞാൻ ഇടാൻ ശ്രമിക്കാം. ഓക്കെ. അതുപോലെ ആർട്ടിക്കിൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ANT കേട്ടോ. ഇതുപോലെ എഡിറ്റിങ്ങിനൊക്കെ വരാം. ഒരു ലെറ്ററിൽ തന്നെ വരാം, ചിലപ്പോൾ ആർട്ടിക്കിളൊക്കെ വരാം. അതുപോലെ ടെൻസിൽ മാറ്റം വരുത്തിക്കൊണ്ട് എഴുതാനായി പറയും ലെറ്റർ. ഓക്കെ ദെൻ, വെൽ ഡൺ, ഗുഡ് ലക്ക്.